കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച 22ാമത് മെഗാ കേബിൾ ഫെസ്റ്റ് അവസാനിച്ചു. വാർത്താവിനിമയ രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതായിരുന്നു 3 ദിവസം നീണ്ടുനിന്ന ഫെസ്റ്റ്. വിവിധ സ്റ്റോളുകളും അത്യാധുനിക സംവിധാനങ്ങളെ സംബന്ധിച്ച സെമിനാറുകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 22ാം എഡിഷനാണ് കൊച്ചിയിൽ നടന്നത്. വാർത്താവിനിമയ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു ഫെസ്റ്റിവൽ. കേബിൾ, ഇന്റർനെറ്റ്, OTT ഇത്തരം ഇൻഡസ്ട്രിയിലെ എല്ലാ തരത്തിലുള്ള ടെക്നോളജി പ്രൊവൈഡേഴ്സ്, ട്രേഡേഴ്സ് ഒക്കെയാണ് ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 126ഓളം ചാനലുകൾ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. അത് ഇൻഡസ്ട്രിയിൽ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത്, അഡ്വർടൈസ്മെൻറ്റ് രംഗത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നലെ സെമിനാറിൽ ചർച്ച ചെയ്യുകയുണ്ടായി. മെഗാ ഫെസ്റ്റിവലിന്റെ വ്യത്യസ്തങ്ങളായ വിവിധ സ്റ്റാളുകളും ശ്രദ്ധേയമായിരുന്നു. OTT രംഗത്തെ പുതിയ ചുവടുവയ്പ്പായിരുന്നു കേരള വിഷൻ സ്റ്റാളിന്റെ പ്രധാന ആകർഷണം. കേബിൾ TV ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഗ്രഗേറ്റഡ് ഒരു പ്ലാറ്റ്ഫോമായിട്ട് കേരള വിഷൻ എക്സ്ട്രാ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ കീയുടെ OTT IPTV ആപ്പാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാൾ സന്ദർശിക്കുന്ന എല്ലാവർക്കും 1 മാസത്തെ OTT സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ബ്രോഡ്ബാൻഡുള്ള എല്ലാവർക്കും IPTVയിലേക്കുള്ള സർവീസും, അതല്ലാത്ത ആളുകൾക്ക് അവരുടെ OTT ആപ്പുകളിൽ അവരുടെ മൊബൈലിൽ ഏത് നെറ്റിലും അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ OTT ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ OTT സർവീസുകളാണെന്ന് കൂടുതൽ ഇനി ഭാവി എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ ആ മേഖലയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിന് പുറത്തുനിന്നുള്ള ഇന്റർനെറ്റ് പ്രൊവൈഡർമാർ അടക്കമുള്ളവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, കൊച്ചി.